സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇപ്പോൾ ലോകത്ത് ചർച്ചാ വിഷയം ഈ ചിത്രമാണ്. തനിക്ക് കിട്ടിയ സമാധാന നൊബേൽ ട്രംപിന് കൈമാറി സോപ്പിടുന്ന വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊരീന മച്ചാഡോ. സമാധാന നൊബേൽ തനിക്ക് അവകാശപ്പെട്ടതാണെന്നും അത് കയ്യിൽ കിട്ടിയെന്നും യാതൊരു സങ്കോചവും ഇല്ലാതെ പറയുന്ന ട്രംപ്. ഇതാണ് ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന്. മറ്റൊരാൾക്ക് കിട്ടിയ പുരസ്കാരം കൈക്കലാക്കി സന്തോഷിക്കുന്ന ട്രംപിനെതിരെ വലിയ വിമർശനവും പരിഹാസവുമാണ് ഉയരുന്നത്. പക്ഷേ ട്രംപല്ലേ ആള്, പുള്ളിക്ക് കുലുക്കമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ നിലപാട് മാധ്യമങ്ങൾക്ക് മുന്നിലും ട്രംപ് ആവർത്തിച്ചു. Well, she offered it to me. I thought it was very nice. She said, you've ended 8 wars and nobody deserves this prize more than in history than you do. And I thought it was a very nice gesture. താങ്കൾ തന്നെയാണ് സമാധാന നൊബേലിന് ഏറ്റവും അർഹൻ. താങ്കൾ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതല്ലേ, ഇത് ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് എന്നും പറഞ്ഞ് മച്ചാഡോ തന്നെയാണ് നൊബേൽ ഓഫർ ചെയ്തത്. സംഗതി നൈസാണെന്ന് എനിക്കും തോന്നി എന്നാണ് ട്രംപിൻ്റെ പ്രതികരണം. ഈ പ്രതികരണത്തിന് ശേഷം ട്രംപ് ഇത്രയ്ക്ക് അല്പനാണോ എന്നാണ് സോഷ്യൽ മീഡിയയും സാമാന്യ വിവരമുള്ളവരും ചോദിക്കുന്നത്. ഇത്തരമൊരു കാര്യത്തിന് നിന്നുകൊടുക്കാൻ ട്രംപിന് നാണമില്ലേ എന്ന് ട്രംപ് അനുകൂലികൾ പോലും ചോദിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. കൈമാറാൻ കഴിയാത്ത പുരസ്കാരം കൈമാറിയെന്ന് വരുത്തിയ മച്ചാഡോ ട്രംപിനെ മണ്ടനാക്കിയെന്നും ചിലർ പറയുന്നു. മച്ചാഡോയ്ക്കെതിരെയും കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. മച്ചാഡോയുടെ പ്രവൃത്തിക്കെതിരെയും ട്രംപിൻ്റെ അവകാശവാദത്തിനെതിരെയും നോർവീജിയൻ നൊബേൽ കമ്മിറ്റി ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ 2 ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത്. ഒന്ന്, മച്ചാഡോയുടെ പ്രവൃത്തി കണക്കിലെടുത്ത് പുരസ്കാരം പിൻവലിക്കാനോ മറ്റോ ഈ നൊബേൽ കമ്മിറ്റി തയ്യാറാകുമോ എന്നതാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ? മറ്റൊരു ചോദ്യം, മച്ചാഡോയുടെ നൊബേൽ പുരസ്കാരം തനിക്ക് സമ്മാനിച്ചതിൽ ട്രംപ് അതീവ സന്തോഷവാനാണ്. ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന സമാധാന നൊബേൽ കയ്യിൽ കിട്ടിയതിൻ്റെ ആവേശം ട്രംപിൻ്റെ വാക്കുകളിലുമുണ്ട്. അതുകൊണ്ട് മച്ചാഡോയെ വെനിസ്വേലയിലെ ഭരണം ഏൽപ്പിക്കാൻ ട്രംപ് പുതിയ നീക്കം എന്തെങ്കിലും നടത്തുന്നു? ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത്. ആദ്യം നൊബേൽ കമ്മിറ്റിയുടെ വിമർശനങ്ങളെയും അവരുടെ അടുത്ത നടപടികളെയും നമുക്ക് പരിശോധിക്കാം. ഇത്ര വിവേകമില്ലാത്ത ആൾക്കാണോ സമാധാനത്തിനുള്ള നൊബേൽ നൽകിയതെന്ന ചോദ്യമാണ് പ്രധാനമായും മച്ചാഡോയ്ക്കെതിരെ ഉയർന്നു വരുന്നത്. അല്ലെങ്കിൽ തന്നെ മച്ചാഡോ സമാധാന നൊബേലിന് അർഹയാണോ എന്നുള്ള ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഈ പുരസ്കാരം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ വന്നിരുന്നു. വെനിസ്വേലയിൽ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ ട്രംപിനെ അവിടേക്ക് പരസ്യമായി സ്വാഗതം ചെയ്ത നേതാവാണ് മച്ചാഡോ. അങ്ങനെയുള്ള മച്ചാഡോയ്ക്ക് എങ്ങനെ സമാധാന നൊബേൽ പുരസ്കാരം നൽകാൻ പറ്റും, അല്ലെങ്കിൽ അവർ അതിന് എങ്ങനെ അർഹയായി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. ട്രംപിൻ്റെ നോമിനിയാണോ മച്ചാഡോ എന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഉണ്ടായ ഈ പുതിയ സംഭവ വികാസം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇത് നൊബേൽ കമ്മിറ്റിക്ക് തന്നെ വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. വ്യാഴാഴ്ച വൈറ്റ് ഹൗസിൽ ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് മരിയ മച്ചാഡോ ഈ നൊബേൽ മെഡൽ ട്രംപിന് കൈമാറിയത്. സ്വർണ്ണ ഫ്രെയിമിട്ട വലിയൊരു ബോർഡിൽ ഒക്കെ പതിച്ചാണ് മെഡൽ കൈമാറിയത്. സ്വതന്ത്ര വെനിസ്വേലയ്ക്കായി ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ട്രംപ് നടത്തുന്ന നിർണായക ഇടപെടലുകൾക്ക് വ്യക്തിപരമായ നന്ദി സൂചകമെന്ന നിലയിലാണ് വെനിസ്വേലക്കാരുടെ പേരിൽ ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് എന്നാണ് സമർപ്പണ ഫലകത്തിൽ മരിയ കുറിച്ചിരിക്കുന്നത്. ഇത്രയും വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളാൽ നൊബേൽ പുരസ്കാരം മറ്റൊരാൾക്ക് കൈമാറുന്ന 2ാമത്തെ വ്യക്തിയാണ് മച്ചാഡോ എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ പറയാം. 1943 നോർവീജിയൻ എഴുത്തുകാരനായ നെറ്റ് ഹോംസൺ നാസികളോടുള്ള തൻ്റെ ആരാധനയുടെ അടയാളമായി തനിക്ക് കിട്ടിയ നൊബേൽ പുരസ്കാരം ഹിറ്റ്ലറുടെ പ്രൊപ്പഗണ്ട മന്ത്രിയായിരുന്ന ജോസഫ് ഗീബൽസിന് സമ്മാനിച്ചിരുന്നു. ഈ ഗീബൽസിൻ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ പറയില്ല, അതേ ഗീബൽസിന് സമ്മാനിച്ചിരുന്നു. വെനിസ്വേല ഭരിക്കാൻ മച്ചാഡോയ്ക്ക് കഴിവില്ലെന്നും അവർക്ക് രാജ്യത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണയില്ലെന്നും ആണ് ഈ വെനിസ്വേലയിൽ നിന്ന് മദുറോയെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ട്രംപിൻ്റെ മനസ്സ് മാറ്റി അവിടുത്തെ ഭരണം അടിച്ചെടുക്കാൻ മച്ചാഡോ നടത്തുന്ന വില കുറഞ്ഞ നീക്കമായാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തെ പല പ്രമുഖരും നോക്കിക്കാണുന്നത്. സമാധാന നൊബേൽ കൊടുക്കുന്നത് നോർവേയിലെ കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നോർവേയിലെ രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ വിമർശകരുമെല്ലാം ട്രംപിൻ്റെയും മച്ചാഡോയുടെയും പ്രവർത്തനങ്ങളെയും വാക്കുകളെയും വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇരുവരുടെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അസംബന്ധം എന്നാണ് ഇവർ വിമർശിക്കുന്നത്. നൊബേൽ പുരസ്കാരത്തോടുള്ള തികഞ്ഞ അനാദരവാണ് ഇത്. പുരസ്കാരത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ട്രംപും മച്ചാഡോയും ചേർന്ന് ചോദ്യം ചെയ്യുക എന്നുമാണ് പ്രധാനപ്പെട്ട വിമർശനം ഉയരുന്നത്. പുരസ്കാരം തനിക്ക് കിട്ടിയെന്ന ട്രംപിൻ്റെ അവകാശവാദത്തിലും ആഹ്ലാദത്തിലും ഒരു കാര്യവുമില്ല എന്നും നൊബേൽ പുരസ്കാരം അങ്ങനെ കൈമാറാൻ കഴിയില്ല എന്നും
സമാധാന പുരസ്കാരം നൽകുന്ന നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയും ഓസ്ട്രേലിയയിലെ നൊബേൽ പീസ് സെന്ററും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു നൊബേൽ പുരസ്കാര ജേതാവിന് തനിക്ക് ലഭിച്ച മെഡൽ മറ്റൊരാൾക്ക് സമ്മാനമായി നൽകാം. പല ജേതാക്കളും ഇങ്ങനെ മെഡൽ കൈമാറുകയോ ലേലം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുരസ്കാര ജേതാവ് എന്ന അംഗീകാരം ആർക്കും കൈമാറാൻ പറ്റില്ല. അത് പുരസ്കാരം കിട്ടിയ ആൾക്ക് തന്നെ ആയിരിക്കും എല്ലാ കാലത്തും ഉണ്ടാവുക. ഇവിടെ സമാധാന പുരസ്കാര ജേതാവ് മച്ചാഡോയാണ്. മെഡൽ ട്രംപിന് നൽകി എന്നതുകൊണ്ട് ട്രംപ് നൊബേൽ ജേതാവാകില്ല. നൊബേൽ പുരസ്കാരം കൈമാറാനോ പങ്കിടാനോ കഴിയില്ല എന്ന് പുരസ്കാര സമിതിയുടെ നിലപാട് അന്തിമമാണ്. അത് എല്ലായ്പ്പോഴും ബാധകമാണെന്നും നൊബേൽ കമ്മിറ്റി വ്യക്തമാക്കുന്നു. അതായത് രേഖകളിൽ 2025 സമാധാന നൊബേൽ പുരസ്കാര ജേതാവായി മച്ചാഡോയുടെ പേര് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് മാറ്റാൻ ആർക്കും കഴിയില്ല എന്ന് നൊബേൽ കമ്മിറ്റി വ്യക്തമാക്കുന്നു. പിന്നെയുള്ള ചോദ്യം, നൊബേൽ പുരസ്കാരം മച്ചാഡോയുടെ പേരിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു നടപടിയുടെ ഭാഗമായി പിൻവലിക്കുമോ എന്നതാണ്. എന്നാൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതുവരെയില്ല. നൊബേൽ ഫൗണ്ടേഷന്റെ ചട്ടങ്ങൾ അനുസരിച്ച് ഒരിക്കൽ പ്രഖ്യാപിച്ച പുരസ്കാരം റദ്ദാക്കാനോ തിരിച്ചെടുക്കാനോ ഉള്ള അധികാരം കമ്മിറ്റിക്കില്ല. പുരസ്കാരം നൽകിയതിനു ശേഷം ജേതാവ് സ്വീകരിക്കുന്ന നിലപാടുകളോ ചെയ്യുന്ന പ്രവൃത്തികളോ സമ്മാനം പിൻവലിക്കാൻ കാരണമായി കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ നൊബേൽ ഫൗണ്ടേഷന്റെ ചട്ടങ്ങൾ പറയുന്നത്. മ്യാൻമാറിലെ ഓങ് സാൻ സൂചി, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് തുടങ്ങിയവർ പുരസ്കാരം ലഭിച്ചതിന് ശേഷം വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പ്രതിസ്ഥാനത്ത് വന്നിരുന്നു. അവരുടെ നൊബേൽ സമ്മാനങ്ങൾ കമ്മിറ്റി തിരിച്ചെടുത്തിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ നൊബേൽ സമ്മാനം ഒരിക്കൽ നൽകിയാൽ അത് ശാശ്വതമാണ്, അല്ലെങ്കിൽ അത് എന്നേക്കുമായി നൽകുന്നതാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. മെഡൽ ഒരു കേവലം വസ്തുവാണ്, എന്നാൽ ജേതാവ് എന്ന പദവി ചരിത്ര രേഖയാണ് എന്നാണ് ഇത് സംബന്ധിച്ച് നൊബേൽ കമ്മിറ്റി വ്യക്തമാക്കുന്ന ഒരു പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട്. എന്തായാലും പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മച്ചാഡോയെ പരസ്യമായി തിരുത്താനോ അല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനോ ആയിരിക്കും കമ്മിറ്റി നീക്കം നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ട്രംപിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഭ്രാന്തൻ നീക്കങ്ങളിൽ, ഭ്രാന്തൻ പ്രവൃത്തികളിൽ പേരുകേട്ട ട്രംപ് മച്ചാഡോയെ വെനിസ്വേലയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ പുതിയ നീക്കം വല്ലതും നടത്തുമോ എന്നതാണ് മിക്കവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. നൊബേൽ സമ്മാനം പോലുള്ള ഒരു വലിയ ബഹുമതി ട്രംപിന് നൽകിയതിലൂടെ തൻ്റെ രാഷ്ട്രീയ ഭാവിയെ ട്രംപിൻ്റെ തീരുമാനങ്ങളുമായി മച്ചാഡോ പൂർണ്ണമായും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അത് മച്ചാഡോ ബുദ്ധിപരമായി തന്നെ നടത്തിയ നീക്കവുമാണ്. പക്ഷേ തരംതാണ നീക്കമാണ്. എന്നാൽ ട്രംപ് ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. അതായത് മച്ചാഡോയെ എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും ട്രംപ് മനസ്സ് തുറന്നിട്ടില്ല. മദുറോയെ ട്രംപിൻ്റെ സൈന്യം തട്ടിക്കൊണ്ടു വന്നതിന് ശേഷം വെനിസ്വേല ഭരിക്കുന്നത് അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡെൽസി റോഡ്രിഗസ് ആണ്. ഡെൽസിയെ അമേരിക്ക അംഗീകരിച്ചിട്ടുമുണ്ട്. അമേരിക്കയുമായി നല്ല ബന്ധം നിലനിർത്തിയാണ് അവർ ഇപ്പോൾ വെനിസ്വേലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെൽസി റോഡ്രിഗസിനെതിരെ ഒരു നീക്കം നടത്താൻ ട്രംപ് തുനിഞ്ഞേക്കില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പകരം വെനിസ്വേലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മച്ചാഡോയെ അധികാരത്തിലെത്തിക്കാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുമായിരിക്കും ഒരുപക്ഷെ. അതായത് മച്ചാഡോയ്ക്ക് അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഒരുക്കുക എന്നതായിരിക്കും ട്രംപിൻ്റെ നയം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. റോഡ്രിഗസും അവരുടെ ഇടക്കാല ഭരണകൂടത്തിലെ മറ്റ് പ്രധാനപ്പെട്ട അംഗങ്ങളും അമേരിക്കൻ അധികൃതരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും അവർ അങ്ങേയറ്റം സഹകരിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു. അവർ ഇതുവരെ അമേരിക്കയുടെയും പ്രസിഡന്റിൻ്റെയും എല്ലാ ആവശ്യങ്ങളും അഭ്യർത്ഥനകളും നിറവേറ്റിയിട്ടുണ്ട്. ഈ ആഴ്ച വെനിസ്വേലിയൻ ജയിലുകളിൽ നിന്ന് 5 അമേരിക്കൻ പൗരന്മാരെ മോചിപ്പിച്ചത് ചൂണ്ടിക്കാട്ടി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അമേരിക്കയുമായി വിവിധ തലങ്ങളിൽ സഹകരിക്കുന്നുണ്ടെങ്കിലും മദുറോയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തെ കടുത്ത ഭാഷയിൽ തന്നെയാണ് റോഡ്രിഗസ് ഇപ്പോഴും വിമർശിക്കുന്നത്. ട്രംപിൻ്റെ അധിനിവേശത്തെ അമേരിക്ക വെനിസ്വേല ബന്ധത്തിലെ ഏറ്റവും വലിയ കറുത്ത പുള്ളി എന്നാണ് കഴിഞ്ഞ ദിവസവും ഈ ഡെൽസി റോഡ്രിഗസ്, ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ ചാർജ് വഹിക്കുന്ന ഡെൽസി റോഡ്രിഗസ് വിശേഷിപ്പിച്ചത്. വെനിസ്വേലയെ ആക്രമിച്ചതിലൂടെയും വെനിസ്വേലക്കാരെ കൊലപ്പെടുത്തിയതിലൂടെയും പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതിലൂടെയും വാഷിംഗ്ടൺ ലക്ഷ്മണ രേഖ ലംഘിച്ചു എന്നും ഈ റോഡ്രിഗസ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അമേരിക്കയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് രാജ്യത്തിന് വേണ്ടിയാണ്. അതേസമയം ചൈനയുമായും റഷ്യയുമായും ക്യൂബയുമായും ഇറാനുമായും വെനിസ്വേല ബന്ധം പുലർത്തുമെന്നും ഡെൽസി റോഡ്രിഗസ് വ്യക്തമാക്കുന്നു. അതായത് ചുരുക്കത്തിൽ മച്ചാഡോ നടത്തിയ നൊബേൽ സമ്മാന നീക്കത്തിലൂടെ എന്തെങ്കിലും ഗുണം അവരുടെ രാഷ്ട്രീയ കരിയറിന് ഉണ്ടാകും എന്നത് ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. എന്തായാലും മച്ചാഡോയുടെ പ്രവൃത്തിയും ട്രംപിൻ്റെ അവകാശവാദങ്ങളും നൊബേൽ പുരസ്കാരത്തിൻ്റെ വിശ്വാസ്യതയ്ക്കും നൊബേൽ കമ്മിറ്റി അവകാശപ്പെടുന്ന മൂല്യങ്ങൾക്കും വീണ്ടും മങ്ങലേൽപ്പിച്ചു എന്നത് സത്യമാണ്.
എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.